എല്ലാവർക്കും ഡിഎസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇതൊന്ന് നന്നായി വറുത്തെടുക്കണം. തിപ്പിത റവയെല്ലാം നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. അതും കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം. പിന്നെ നമ്മൾ ചെറുതായി മുറിച്ച ഇഞ്ചി, കറിവേപ്പില ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവിന് വേണ്ടിയെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. കറിവേപ്പില ആണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കുഞ്ഞുവാവക്കെല്ലാം കഴിക്കേണ്ടത് കൊണ്ടാണ് പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ഇനിയിപ്പോൾ ഇതിലേക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റാക്കി എടുക്കണം. അതൊന്ന് റോസ്റ്റായി വന്നതിന് ശേഷം ചെറുതായി ഒന്ന് റോസ്റ്റാക്കി എടുത്താൽ മതി. അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചെറുതായി മുറിച്ച ക്യാരറ്റാണ്. പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയായി വരും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറിയ മധുരത്തിനായി വേണ്ടി ഇത് ഡേറ്റ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിന് പകരമാണ് നമ്മൾ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മളെടുത്ത റവ വേവിക്കാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ഗ്ലാസ് റവക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് വേണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. 1.5 ഗ്ലാസ് വെള്ളം മാത്രം മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മൂടി വെച്ച് ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. 3 മിനിറ്റോളം മതി. ഇപ്പം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ക്യാരറ്റും ഗ്രീൻ പീസെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ റവ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഇങ്ങനെ ഇളക്കിയെടുത്തുകൊണ്ട് വേണം റവ ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നാൽ കട്ടയൊന്നും പിടിക്കാതെ കിട്ടും. ഇപ്പം മെല്ലെ മെല്ലെ വെള്ളത്തിലേക്ക് റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 1-2 പ്രാവശ്യം ഇളക്കി അടച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ രുചികരമായ റവ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നാൽ അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.